എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചരിത്രപരമായ ഒരു അന്വേഷണത്തിലാണ്. 1966 മെയ് 15 കാലയളവിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ബുക്കിംഗ് ക്ലർക്ക് ആരായിരുന്നു എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രധാന അന്വേഷണം. കാരണം ആ ദിവസം മട്ടന്നൂരിൽ നിന്ന് ഒരു അച്ഛനും മകനും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അച്ഛൻ ഒറ്റപ്പാലത്തേക്ക് മദ്രാസ് മെയിലിന് 2 ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ആ ബുക്കിംഗ് ക്ലർക്ക് നൽകിയ 2 ടിക്കറ്റുകളിൽ ഒന്ന് ഒറ്റപ്പാലത്തേക്കായിരുന്നു. മറ്റൊന്ന് ഒറ്റപ്പാലത്തേക്ക് മാത്രം ആയിരുന്നില്ല, ലോകത്തേക്ക് മുഴുവൻ ആ ഒരു കുട്ടിക്ക് തൻ്റെ ചെണ്ടയുമായി സഞ്ചരിക്കാനുള്ള ടിക്കറ്റായിരുന്നു. ആ മദ്രാസ് മെയിലിൽ ഒറ്റപ്പാലത്തിറങ്ങി പത്തിരിപ്പാലയിലെ സദനം കഥകളി അക്കാഡമിയിൽ കിഴപ്പടം കുമാരൻ നായരുടെ കളരിയിൽ ചന്ദ്രമനാടിയാരുടെയും സദനം വാസുദേവൻ്റെയും ശിക്ഷണത്തിൽ കഥകളിക്കൊട്ട് അഭ്യസിച്ച് പുറത്തിറങ്ങുകയും തുടർന്ന് തായമ്പക, മേളം, കേളി, മേളപ്പദം, പഞ്ചവാദ്യം, ഇടയ്ക്ക, ഫ്യൂഷൻ മേഖലകളിൽ സജീവമാവുകയും ചെയ്ത ഒരു ചരിത്രവും വർത്തമാനവുമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടേത്. അതിനിടയ്ക്ക് അദ്ദേഹം പത്മശ്രീ ബഹുമതിക്ക് അർഹനായി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എനിക്കെപ്പോഴും മട്ടന്നൂരിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വൈലോപ്പിള്ളിയുടെ ഒരു വരിയാണ് ഓർമ്മ വരുന്നത്. മറ്റൊരു വിധമായിരുന്നെങ്കിൽ. ഇദ്ദേഹം സദനത്തിന് പകരം കേരള കലാമണ്ഡലത്തിൽ ആണ് കഥകളിക്കൊട്ട് പഠിച്ചിരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളക്ക് കൃത്യമായ ഒരു പിൻഗാമിയെ ലഭിക്കുമായിരുന്നു. ഈ കാലത്തെ ഏറ്റവും മികച്ച കൃഷ്ണൻകുട്ടി പൊതുവാളുടെ പിൽക്കാലം എന്ന് പറയാവുന്ന ഒരു കഥകളി ചെണ്ട വാദകനെ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ കഥകളി ചെണ്ടയുടെ ഒരു അസ്വാതന്ത്ര്യം, ആ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വയം വിടുതി ചെയ്ത് ഒരു വാദ്യകലാകാരന് പരമമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായ തായമ്പകയിലേക്ക് സ്വയം കൂറുമാറിയ ഒരു ചരിത്രമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടേത്. അതും ഒരു കഥകളിക്കൊട്ട് പഠിച്ച് കഥകളി നടത്തി ഒരു കളിയരങ്ങിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ തായമ്പകയിലേക്ക് പോയത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. ആ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളൊരു വിഷയം, വിജേഷൻ സൂചിപ്പിച്ച ആ അന്വേഷണം അതിപ്പോഴാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. അല്ലെങ്കിൽ ഇതിന് മുൻപ് തന്നെ തലശ്ശേരി ആ ദിവസം ആരായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് തന്നത് എന്ന അന്വേഷണം ഞാൻ തന്നെ പൂർത്തിയാക്കിയിട്ടൊരു വിവരം തരുമായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കാനുള്ള വക തരുന്നൊരു വിഷയമാണ്, ഞാനത് ചെയ്യാം. ആദ്യമായിട്ട് മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളെല്ലാം ഇപ്പോഴിരിക്കുന്നത് തുല്യ ദുഃഖത്തിലാണ് എന്ന സത്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒരു വാദ്യകലാകാരൻ, അവൻ തായമ്പയായാലും കഥകളി ചെണ്ടയായാലും ഈ ഉച്ചക്ക് ഈ സമയത്ത് അവന് വേണ്ടത് ഭക്ഷണമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിക്കാതെ, അതുമാത്രമല്ല കുറച്ച് മുൻപേ തന്നെ തുടങ്ങാം എന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ്. അങ്ങനെ വൈകിയതാണ്. കൃത്യം 6:30 മണിക്ക് ഇന്നത്തെ ദിവസം കൊയിലാണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഉത്തരം തരാം. കഥകളി ചെണ്ട പഠിക്കാൻ വേണ്ടി
കഥകളി ചെണ്ട അഭ്യസിക്കുന്നതിന് മുമ്പ് തന്നെ 8ാമത്തെ വയസ്സിൽ മട്ടന്നൂർ ക്ഷേത്രത്തിൽ അച്ഛൻ്റെ കീഴിൽ തായമ്പക പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ ശേഷം 12ാമത്തെ വയസ്സിലാണ് ഞാൻ പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. അന്ന് സദനത്തിൽ ചേർക്കാനുള്ള പ്രത്യേക ഒരു കാരണം, കേരള കലാമണ്ഡലമൊക്കെ അന്നുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്ഥാപനമാണെങ്കിലും പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ ചേർക്കാനുള്ള പ്രത്യേക കാരണം പിന്നീട് അന്വേഷിച്ചപ്പോഴും അച്ഛനോട് ചോദിച്ചപ്പോഴും മറുപടി കിട്ടിയത്, എന്തെങ്കിലും 2 വാക്ക് എഴുതാനും വായിക്കാനും പഠിച്ചാൽ നാളത്തെ ജീവിതത്തിന് അത് നല്ലൊരു കാര്യമാവും, അതുകൊണ്ടാണ് സദനത്തിൽ ചേർക്കാൻ കാരണമെന്ന് പറഞ്ഞു. അന്ന് കലാമണ്ഡലത്തിൽ അക്കാഡമിക് സ്റ്റഡി ഇല്ല. വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, ചുട്ടി തുടങ്ങിയ കഥകളി സംബന്ധമായ വിഷയമല്ലാതെ സ്കൂളിലുള്ള പഠനം സദനത്തിൽ അന്നുണ്ടായിരുന്നില്ല, അല്ല കലാമണ്ഡലത്തിൽ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സദനത്തിൽ ചേർത്തത്. അതുകൊണ്ട് അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാനും ഇപ്പോഴും അറിയാമെന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ പഠിപ്പിക്കുന്നത് ഈ 2 സ്ഥാപനത്തിലായാലും ലോകമുള്ള എല്ലാ സ്ഥലത്തും ഞാൻ പറയാറുള്ളൊരു വിഷയം, ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഉപകരണം ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേര് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയും. ആ ഉപകരണത്തിൻ്റെ പേരാണ് ചെണ്ട. സംശയിക്കാനില്ല. 3 അക്ഷരം തക്കിട്ട 1 2 3 1 2 3 ഏത് ഭാഷയിലായാലും ഈ 3 അക്ഷരമാണ് ആദ്യമായിട്ട് ചെണ്ടയിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ജന്മന, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത്, ജന്മനാൽ ഈ ഇരിക്കുന്നവർക്കും എനിക്കും ഈ സമൂഹത്തിന് മുഴുവൻ ഉള്ളൊരു വിഷയമാണ് അടുത്തത്. അത് നമ്മൾ ജന്മം തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. അതിൻ്റെ പേരാണ് തരികിട. ഈ തക്കിടയും തരികിടയും വെച്ചിട്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഞാനിപ്പോഴും സഞ്ചരിക്കുന്നത്. പക്ഷേ ഏത് സമയത്ത് എങ്ങനെ തക്കിട മറിക്കണം, എങ്ങനെ തരികിടയാവണം, അതും തരികിട എന്ന് പറഞ്ഞാൽ തരികിട 4 അക്ഷരം ഒരേമാതിരി പറഞ്ഞാൽ പോലെ തരികിട്ട ഏതക്ഷരത്തിന് സ്ട്രെസ് ചെയ്ത് വായിക്കാൻ പറ്റണം, അത് മാത്രമേ അതിൽ ചിന്തിക്കാനുള്ളൂ. അതുമാതിരി തക്കടി, ഈ തക്കടിയും ഇത് സത്യമാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ ഈ തക്കടയും തരികിടയും അല്ലാതെ വേറൊന്നും ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ടുമില്ല, കൊണ്ടു നടന്നിട്ടുമില്ല. ഈ തക്കടയും തരികടയും കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്തും ശബ്ദത്തിലും അത് വരണമെങ്കിൽ ഒരു 10-40 കൊല്ലം അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന വിഷയം മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അച്ഛനും അമ്മയോടുള്ള എൻ്റെ ഒരു കടപ്പാട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ പേരിൽ ശങ്കരൻ കുട്ടി എന്ന് ചേർത്തു. അതുകൊണ്ട് കുട്ടിയായതുകൊണ്ട് ഇപ്പോഴും ഈ തക്കടിയും തരികടിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാത്ത വിഷയങ്ങൾ കഥകളിക്കൊട്ടായാലും തായമ്പകയായാലും മേളമായാലും അതൊക്കെ നിങ്ങളാണ് എനിക്ക് വഴികാട്ടി. പിന്നെ മറ്റൊന്ന്, കഥകളി എന്ന വിഷയത്തിൽ അതൊരു പൂർണ്ണ രൂപത്തിലാവണമെങ്കിൽ ഒരു വേഷക്കാരൻ മാത്രം പോരാ. വേഷക്കാരനെ വേഷം കെട്ടിക്കാനുള്ള ആൾ അണിയറയിൽ വേണം, ചുട്ടി വേണം, ഉടുത്തുകെട്ട് വേണം. അരങ്ങത്ത് പോയാൽ വേഷം, ചെണ്ട, പാട്ട്, മദ്ദളം, തിരശ്ശീല, അണിയറക്കാർ, ഇതെല്ലാം ആയാലേ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു കഥകളി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് കണ്ടും കേട്ടും കൊണ്ടും നടത്തിയും അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അവിടെയാണ് ചില വേഷക്കാർ തങ്ങളാണ് കഥകളിയിൽ ഏറ്റവും കേമമായിട്ടുള്ളൊരു വിചാരമുള്ള ഒരുപാട് വേഷക്കാർ ഉണ്ടായിരുന്നു. പലവർക്കും അത് ഇല്ലാത്തവരും ഉണ്ട്. ഇത് സത്യമായിട്ടുള്ളൊരു വിഷയം പറയാണ്. കീഴ്പ്പടം കുമാരൻ നായരാശാൻ, കലാമണ്ഡലം രാമൂട്ടി നായരാശാൻ, കൃഷ്ണൻ നായരാശാൻ, പത്മനാഭൻ നായരാശാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരകളിൽ അവരുടെ എല്ലാം പിന്നിൽ നിന്ന് ചെണ്ട കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിനേക്കാളും മേലെയാണ് ഞാനെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ. അരങ്ങത്ത് തിരനോട്ടം എന്നേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, തിരിഞ്ഞു നോട്ടം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അത്തരം തിരിഞ്ഞു നോട്ടം കാണിക്കുന്ന ഏത് കൊല കൊമ്പനായാലും
അവിടെ ഒരു ചെണ്ടക്കാരൻ അതിന് കീഴ്പ്പെടണ്ട എന്ന ഒരു മനോഭാവത്തിൽ ഒരു ദിവസം എനിക്കുണ്ടായ ഒരു ശരിയല്ലാത്തൊരു അനുഭവത്തിലാണ് ഇനി ഈ കഥകളി വേഷക്കാരുടെ പിന്നിൽ നിന്ന് ചെണ്ട കൊട്ടിയിട്ട് ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ജീവിക്കാനുള്ള ഇത് വേണ്ട എന്ന് ശപഥം ചെയ്ത് അതിൽ നിന്നും മാറി നിന്നൊരാളാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ബാലേ കേൾനി മാമകവാണി മാർഗേതത്ര നഖം പജോസ് ഇതൊക്കെ എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഉത്തരവില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ശങ്കരേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും അത് ആ ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഒരു ശപഥം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭീഷ്മപ്രതിജ്ഞ പോലെയായിരുന്നു. പക്ഷേ അതിന്ന് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് തന്നെ തായമ്പകയിലേക്ക് എത്തിച്ചത്. പക്ഷെ നമുക്കത് എന്തായിരുന്നു കഥ, ആരായിരുന്നു ആ വേഷക്കാരൻ, എന്തായിരുന്നു ആ സന്ദർഭം എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. കാരണം അത് ഒരു വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. പക്ഷെ അത് പിന്നീട് തായമ്പകയുടെ വലിയൊരു സമയസന്ധ്യയായി മാറുകയാണ്. ആ ഒരു അന്തരീക്ഷം ഒന്ന് പറയും. പിന്നെ ഒന്നുകൂടെ പറയാനുണ്ട്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞു തക്കിട്ട തരികിട ഈ രണ്ട്. പക്ഷേ മട്ടന്നൂർ ശങ്കരക്കുട്ടിമാരാർക്ക് കൊട്ടിൽ മാത്രമേ തരികിടയുള്ളൂ, ജീവിതത്തിലില്ല. അതൊരു സത്യം വിജേഷം പറഞ്ഞു എന്ന വിഷയത്തിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് ആരാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാവും. കഥകളി രംഗത്ത് തിരിച്ചു പോകാതെ തിരശീല വന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കാതെ തിരശീല പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃപ്പൂണിത്തുറയിൽ ഈ ഇരിക്കുന്ന ഓഡിയൻസിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കളവായിരിക്കും. അരങ്ങത്ത് എങ്ങനെ വരണം, ഏത് തരത്തിൽ പെരുമാറണം, എങ്ങനെ ഒരു അരങ്ങ് കൊണ്ടു നടക്കണം. നിങ്ങളുടെ കീഴിൽ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കും അഭിമാനം ഉള്ളൊരു കുട്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഗുരുനാഥന്മാരാണെങ്കിൽ അവരെ നമ്മൾക്ക് ഒഴിവാക്കേണ്ടി വരും. അതാണ് ഒരു സത്യം. അത്തരം ഒരു അനുഭവത്തിലാണ് ഉണ്ടായത്. ആ കാലത്തും സ്വയം ശപഥം ചെയ്തതാണ്. ഇത് പറഞ്ഞ് നടക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു. കാരണം തിരുവായ്ക്ക് എതിർവായില്ല എന്ന ഒരു കാലഘട്ടം. സ്വന്തം മനസ്സിലെടുത്ത തീരുമാനം അത് 100% ചെയ്യാൻ സാധിച്ചു എന്ന കാര്യത്തിലാണ് ആ വിജയം. നമുക്കൊരു ബസ് പോയാൽ വേറൊരു ബസ് കിട്ടും എന്ന ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിൽ ഞാൻ ഇന്നും വ്യതിചലിച്ചില്ല. അത് കൃത്യമായി നടന്നു. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മഹാജനങ്ങളെ മാതിരിയുള്ള ആസ്വാദകരാണ്. അല്ലാണ്ട് തായമ്പ് കൊട്ടിയാലും മേളം കൊട്ടിയാലും എന്ത് ചെയ്താലും ജനങ്ങൾ അത് നമ്മളെ ഏറ്റെടുക്കുന്നു എന്ന് വന്നാൽ അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വിജയം. അതിപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കഥ ഏതായിരുന്നു? ആ ഒരു തായമ്പകയിലേക്ക് പോകാൻ പശ്ചാത്തലമായ ഒരു കഥ ഏതായിരുന്നു? കഥകളി വേഷക്കാരനായ അദ്ദേഹത്തിൻ്റെ കഥകളി അവിടെ ഏൽപ്പിച്ച് ആ കഥകളി ഏറ്റു നടത്തിയ ഒരാളാണ് ഞാൻ. അതാണ് സത്യത്തെ അനുഭവം. കഥകളി ചെണ്ടയുടെ കോഴ്സ് കഴിഞ്ഞ ശേഷം വടക്കേ മലബാറിലും തെക്കേ മലബാറിലും സദനം വിട്ട ശേഷം ഒറ്റപ്പാലം കേന്ദ്രമാക്കി ഭാരതീയ കഥകളി സംഘം എന്ന ഒരു കഥകളി ഏറ്റു നടത്തുന്ന ഒരു സംഘം. ആ സംഘത്തിൽ 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ആ കാലത്ത് കൊടുങ്ങല്ലൂർ കടത്ത് വാഹനം ബോട്ടിൽ കടത്തുന്ന കാലം. ഇന്നാണ് പാലൊക്കെ വന്നത്. അങ്ങനെ വന്ന് ഈ നായരമ്പലത്തിൽ പോലും കലാമണ്ഡലം കൃഷ്ണനാരാശാനെയും ഉണ്ണീഷക്കുറുപ്പാശാനെയും അച്ചുണ്യാശാനെയും ഒക്കെ വിളിച്ച്, ഗോപിയാശാൻ ഉൾപ്പെടെ വിളിച്ച് വേഷം കെട്ടിച്ച് കഥകളി ഏറ്റ് നടത്തിയിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ നടന്നൊരാൾ കൂടിയാണ് ഞാൻ. കഥകളി എന്ന വിഷയം, ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലുള്ള കഥകളി എന്തെല്ലാമായാലും ഇതെല്ലാം ഒരു യോജിപ്പിൻ്റെ, അത് കഥകളി മാത്രമല്ല, ഒരു തായമ്പ് ടീമായാലും ഒരു മേള സംഘമായാലും ആ ടീമിനെ എങ്ങനെ കൊണ്ടു നടത്താം, ഒരു വീട്ടിലെ കാരണവർ എങ്ങനെ തൻ്റെ കുടുംബം കൊണ്ടു നടക്കുന്നു, ആ ഒരു
വിഷയം മനസ്സിലാക്കി തൻ്റെ ടീം തായമ്പകയായാലും മേളമായാലും കഥകളിയായാലും അവരെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടു നടത്തുക എന്ന വിഷയമാണ് ഞാൻ അന്നും ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വാദ്യക്കാരിൽ ഇത്രയും അധികം ഉടുക്കുന്ന വസ്ത്രത്തിൽ ഉൾപ്പെടെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ തായമ്പക ടീമിൻ്റെ വസ്ത്രം കുത്താമ്പുള്ളി നെയ്ത്ത് കടയിൽ പോയിട്ട് ഇന്ന കര വേണം എന്ന രീതിയിൽ അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കി കൊണ്ടു നടന്ന് ഇപ്പോൾ അത് മാതൃകയായിട്ട് കേരളത്തിലുള്ള എല്ലാ വാദ്യക്കാരും കൊണ്ടു നടക്കുന്നു എന്ന സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങൾ ഒരു കൊട്ടുകാരൻ മാത്രമായാൽ പോരാ, ഒരു നാടിൻ്റെ ഒരു ലോകത്തിൻ്റെ കൊണ്ടു നടപ്പുകാരനായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയുള്ള ശ്രമം അത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നടക്കുന്ന ഒരു എളിയ കലാകാരൻ കൂടിയാണ് ഞാൻ. 1954 മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ജനിക്കുന്നത്. ഈ ചരിത്രത്തിൻ്റെ ചില ദശാസന്ധികളിൽ ജനിക്കുക ഒരു 10 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷമോ ആണ് അദ്ദേഹം ജനിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ ലഭിക്കുന്ന പ്രസക്തിയോ പ്രശസ്തിയോ ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ കളിയരങ്ങിൽ നിന്ന് അത് നളചരിതം 2-ാം ദിവസത്തിലെ ഒരു വേർപാട് രംഗമായിരുന്നു. അപ്പോൾ സത്യത്തിൽ കഥകളിയിൽ നിന്നൊരു വേർപാടായിരുന്നു അത്. കഥകളി അരങ്ങിൽ നിന്ന്, കഥകളി ചെണ്ടയിൽ നിന്ന് സ്വയം ഒരു വേർപാട് സ്വയം സൃഷ്ടിക്കുകയും അങ്ങനെ ആ നഷ്ടം തായമ്പകയ്ക്ക് ലാഭമാവുകയും ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലമാണ് അദ്ദേഹത്തിൻ്റേത്. മാത്രമല്ല അദ്ദേഹം തായമ്പകയിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വള്ളുവനാട്ടിലെ തായമ്പകയുടെ സാമ്രാജ്യത്തിൽ എല്ലാവരും രാജാക്കന്മാരും ചക്രവർത്തിമാരും ആയിരുന്നു. പാലക്കാട് ജില്ലയിൽ തന്നെ കിഴക്ക് ഭാഗത്ത് പാലക്കാട് ശൈലിയും പടിഞ്ഞാറ് ഭാഗത്ത് മലമക്കാവ് ശൈലിയും എന്ന് ഭാഷയിലും വ്യാകരണത്തിലും 2 ശൈലി നിലനിൽക്കുന്നു. ആ പാലക്കാട് ശൈലിയിൽ തന്നെ ഒരു ദ്വീപ് പോലെ പല്ലാവൂർ ശൈലി നിൽക്കുന്നു. അതിനപ്പുറത്ത് കല്ലേക്കുളങ്ങര ശൈലി നിൽക്കുന്നു. ഈ ഒരു ശൈലിക്കാർക്കിടയിൽ ചിതലി രാമമാരാർ, പല്ലശന പത്മനാഭമാരാർ, പല്ലാവൂർ അപ്പുമാരാർ, കുഞ്ഞുകുട്ടമാരാർ, മണിയന്മാരാർ, കല്ലേക്കുളങ്ങര അച്യുതമാരാർ, ഗോവിന്ദമാരാർ, അങ്ങനെ പാലക്കാടൻ ശൈലിയിലെ പ്രതാപികൾ. ഈ ഭാഗത്ത് തിരുവേഗപ്പുറ രാമപ്പൊതുവാൾ, തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, കൃഷ്ണ പൊതുവാൾ, തൃത്താല കേശവ പൊതുവാൾ, പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ വരെയുള്ള ഒരു പരമ്പര ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ഒരു സാമ്രാജ്യമായിരുന്നു വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ. അവിടെ ഈ 2 ശൈലികളിൽ അധിഷ്ഠിതമായി ഊട്ടിയുറപ്പിച്ച ആ ഒരു കലാകാരന്മാർക്കിടയിൽ നിന്നാണ് വടക്കേ മലബാറിൽ നിന്ന് കൃഷ്ണൻകുട്ടിപ്പാൾ പറഞ്ഞിട്ടുണ്ട്, വടക്കനാണ് പക്ഷേ മിടുക്കനാണ് എന്ന് കൃഷ്ണൻകുട്ടിപ്പാൾ ഇദ്ദേഹത്തെ യുവത്വത്തിലെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിലേക്കാണ് തായമ്പക ആസ്വാദകർ കേൾക്കാൻ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഭാവുകത്വത്തിൻ്റെ ശബ്ദവുമായിട്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാനിവിടെ സൂചിപ്പിച്ച കലാകാരന്മാരെ എല്ലാം കേട്ട് വിലയിരുത്തിയതിൻ്റെയും പിന്നീട് ഇതിൽ മിക്കവാറും എല്ലാവർക്കും ഒപ്പം കൊട്ടിയതിൻ്റെയും ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. ഈ പ്രബലർക്കൊപ്പം ഇരട്ടത്തായമ്പക കൊട്ടിയാണ് അദ്ദേഹം വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഇരട്ടത്തായമ്പക നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ അതിൽ നമ്മളെപ്പോഴും 2ാമത് നിൽക്കുന്ന ആളെയാണ് ശ്രദ്ധിക്കുക, സഹവാദകനെയാണ്. പ്രമാണി അദ്ദേഹം പ്രമാണി തന്നെയാണ്. ഈ പ്രമാണിയെ കൃത്യമായി അനുസരിക്കുന്നുണ്ടോ, സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എപ്പോഴും ഈ കേന്ദ്രപുരുഷൻ ഇരട്ടത്തായമ്പകയിൽ കേന്ദ്രപുരുഷൻ എപ്പോഴും 2ാമത് നിൽക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഇവർക്കൊക്കെ 2ാമത് നിന്ന് കേന്ദ്രപുരുഷനായി വന്ന ഒരു തായമ്പക കാലം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ കലാകാരന്മാരെ കേട്ടതും അവർക്കൊപ്പം ഇരട്ടത്തായമ്പക കൊട്ടിയതുമായ അനുഭവങ്ങളൊന്ന് പറഞ്ഞു നന്നായി. വിജയകൃഷ്ണൻ സൂചിപ്പിച്ച പാലക്കാട് ജില്ലയിലുള്ള ചെതലി രാമമാരാർ, പല്ലശന പത്മനാഭമാരാർ, കല്ലേക്കുളങ്ങര, പല്ലാവൂർ തുടങ്ങി അവിടെയുള്ള മഹാരഥന്മാരായ തായമ്പക ആചാര്യന്മാർ
ഇങ്ങോട്ട് കടന്നാൽ തിരുവേപ്പർ രാംപൊതുവാൾ, തിത്താല കുഞ്ഞേഷ്ണ പൊതുവാൾ, ആലിപ്പറമ്പ് സഹോദരന്മാർ, തിത്താല കേശവേട്ടൻ, പൂക്കാട്ടി ദിവാര പൊതുവാൾ, ഇവർക്കൊക്കെയുള്ള അന്നത്തെ ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേകത, അവർക്കെല്ലാം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവരെ പരിചയമുള്ള ഒരാൾ ആ കൊട്ട് കേട്ടാൽ പോലും ഇത് ഇന്ന ആളുടെ കൊട്ടാണ് എന്ന് കേട്ട് മനസ്സിലാക്കുന്ന നിരവധി അറിഞ്ഞ ആസ്വാദകർ ഉള്ളൊരു കാലമായിരുന്നത്. ഒരു പക്ഷേ വല്ലാതെ അന്വേഷിച്ച് പോയാൽ ഇന്ന് അത്തരം ആരൊക്കെയാണോ ഉള്ളത് എന്ന ഒരു അന്വേഷണത്തിനും കൂടി ഒരു വകയുണ്ട്. അന്ന് അങ്ങനെയായിരുന്നില്ല. ഇത് പല്ലശ്ശന പത്മനാഭമാരാരുടെ തായമ്പയാണ്. ഇത് കേശവേട്ടൻ്റെ ആദ്യത്തെ 2 കോല് വീണാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ആളുടേതാണ്. അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഞാൻ വന്ന് ഇവരെ പഠിക്കാൻ ശ്രമിക്കുന്നത്. വിജേഷ് സൂചിപ്പിച്ച മാതിരി എല്ലാവർക്കും കൂടെ കൊട്ടേണ്ട വിഷയമേ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഈ കഥകളി പദം, അന്നത്തെ കാലത്തൊരു ഭാഗവതരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പൊന്നാനി പാടാനേ തരായിട്ടില്ല, ശിങ്കിടിയെ പാടുള്ളൂ. അപ്പോൾ നളനരവരനേവം ഭൂതലം കാത്തു വാഴും, അതാ പൊന്നാനി വാഴ അളവിൽ അവനിലേറ്റം, ഈ 2ാമത്തെ വരി മാത്രമേ ഈ പാട്ടുകാരൻ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് ഇന്നേ വരെ പൊന്നാനി പാടാൻ തരായിട്ടില്ല, അതുകൊണ്ട് 2ാമത്തെ വരിയെ ഞാൻ പഠിക്കാറുള്ളൂ. അപ്പോൾ അത് പോരാ, പൊന്നാനി വരിയും ശിങ്കിടി വരിയും 2ഉം പഠിക്കണം എന്ന ഒരു പാഠം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ പല്ലാവൂർ അപ്പുവേട്ടൻ്റെ കൂടെ കൊട്ടുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വഴി, അതെങ്ങനെ സഞ്ചരിക്കുന്നു, അതുമാതിരി തന്നെ ആലിപ്പറമ്പ് ശിവരാം പുതുവാളുടെ കൂടെ കൊട്ടുമ്പോൾ അതിൻ്റെ സുഖവും സുന്ദരതയും എന്താണ്, അത് മനസ്സിലാക്കാനുള്ള ശ്രമം. പിന്നെ ഇത്തരം എല്ലാ മഹാരഥന്മാരുടെ കൂടെ കൊട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും പഠിക്കാതെ ഒന്നും ആലോചിക്കാതെ കൊട്ടാനുള്ള ഒരേ ഒരു തായമ്പയെ അന്നും ഇന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് സാക്ഷാൽ തിത്താല കേശവ പൊതുവാൾ. കാരണം നമ്മൾ എന്ത് കണക്ക് കൂട്ടിയാലും അതൊന്നും ആയിരിക്കില്ല അരങ്ങത്ത്. ഓരോ ദിവസവും ഇത് സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുമിച്ച് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു സാക്ഷാൽ തിത്താല കേശവേട്ടനും. ബാക്കിയെല്ലാവരും പറയും ഇന്ന് കൊട്ടിയതല്ല നാളെ കൊട്ടുന്നത് മറ്റന്നാൾ, പക്ഷേ ഏകദേശം ഒരു രൂപം. പക്ഷേ കേശവ പൊതുവാൾക്ക് മാത്രം അതല്ല, അത് അദ്ദേഹത്തിന് പോലും അറിയാത്തൊരു കൊട്ടായിരുന്നു. അതായിരുന്നു തിത്താല കേശവ പൊതുവാൾ. അപ്പോൾ നമുക്ക് കേശവേട്ടൻ്റെ കൂടെ 2 കൊല്ലം കൃത്യമായിട്ട് ഊണലും ഉറക്കലും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നൊരാളാണ് ഞാൻ. തുടങ്ങിയിട്ട് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നവരെ അദ്ദേഹത്തിനുള്ള സ്വഭാവ ഗുണം, കൊട്ടല്ലാത്ത ചില സ്വഭാവ ഗുണം അദ്ദേഹത്തിനുണ്ട്, എല്ലാവർക്കും അറിയാം. അത് എന്നെ ആ ഗുണം പഠിക്കണമെന്ന് പോലും ചോദിക്കാത്തൊരാൾ കേശവ പൊതുവാളായിരുന്നു. അപ്പോൾ ഇത്തരം കലാകാരന്മാരുടെ മഹാരഥന്മാരുടെ കൂടെ കൊട്ടുന്ന ഒരവസ്ഥ, ആ കാലത്ത് തന്നെ പല സ്ഥലത്തും സിംഗിൾ കൊട്ടുന്ന അവസ്ഥ. പക്ഷേ ഈ സിംഗിൾ കൊട്ടിക്കഴിഞ്ഞാൽ ഈ ഗുരുനാഥന്മാരുടെ പിന്നിലോ മുന്നിലോ പോയി അന്ന് നമ്മളൊന്ന് കണ്ടു നടിക്കുമോ ഗുരുനാഥന്മാർ? അത്തരം മോഹങ്ങൾ കൊണ്ട് അവരുടെ മുന്നിൽ പോയി പഞ്ചപുച്ഛം അടക്കി നിന്ന ഒരവസ്ഥ. അപ്പോഴവർ പറയും ആ എണ്ണത്തിന് ഇടത്തെ കൈ ഒന്നും കൂടി അമർത്ത് കൊട്ടിയാൽ സുഖം കൂടും. നമുക്ക് ആ കാലത്തൊക്കെ ഇത്തരം ഗുരുനാഥന്മാരിൽ നിന്ന് അത് ഗുണദോഷിച്ചാൽ അതെന്നാ ചെയ്യാറ്, അത് 2ഉം ഒരേ മാതിരി ഏറ്റെടുത്ത് നടത്താനുള്ള മോഹം കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് ഇന്നത് തുടങ്ങിയാൽ ആരാലും ശരി, ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളോട് ഒരു വാക്ക് പറഞ്ഞാൽ താൻ തൻ്റെ പണിയെടുത്താൽ മതി എന്നുള്ളൊരു കാലമാണ്. അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങൾ ആ കൊണ്ടു നടപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. പ്രതാപികൾക്കൊപ്പം ഇരട്ടത്തായമ്പക കൊട്ടി എല്ലാ ശൈലികളും സ്വാംശീകരിച്ച ശേഷം അല്ലെങ്കിൽ അതിനിടയ്ക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുതിയതായ ഒരു തായമ്പക ശൈലി രൂപപ്പെടുത്തുകയാണ്. അത് പാലക്കാട് ശൈലിയുടെ സുന്ദരഭാഗങ്ങളും മലമക്കാവ് ശൈലിയുടെ സുന്ദരഭാഗങ്ങളും ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു സമന്വയ തായമ്പക എന്നതുപോലെ, ഇപ്പോൾ പ്രത്യേകിച്ച് കൂറുവരെയുള്ള ഭാഗത്ത് മലമക്കാവ് ശൈലിയുടെ ഒരു സുഷമയും
അടന്തക്കൂറ് അതിങ്ങനെ പല്ലാവൂരപ്പന്മാരൊക്കെ പതിച്ചിട്ട് അതിനെ വേറൊരു തരത്തിൽ പതിച്ചിട്ട് പതിഞ്ഞ അടന്തക്കൂറിന് വേറൊരു സൗന്ദര്യം നൽകിക്കൊണ്ട് പാലക്കാട് ശൈലിയുടെയും മലമക്കാവ് ശൈലിയുടെയും ഒരു സമന്വയവും അതോടൊപ്പം മറ്റ് വാദ്യങ്ങളുടെ, ഇപ്പം ഉദാഹരണത്തിന് തവിലിൻ്റെ മൃദംഗത്തിൻ്റെയൊക്കെ ചൊല്ലുകളുടെ ഒരു ചെണ്ട പരിഭാഷ തൻ്റെ തായമ്പകയിൽ രൂപപ്പെടുത്തിയിട്ട് ഒരു സ്വകീയമായ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി. കുമാരനാശാൻ്റെ ഒരു വരിയുണ്ട്, മനം കൊതിക്കും മൃദുവെ തൊടാനിടോ, മിന്നാമിനുങ്ങ എന്ന കവിതയിൽ വരുന്നതാണ്. അങ്ങനെ ഒരു മൃദുത്വം ഇപ്പം ചണ്ടാല ഭിക്ഷുകയിൽ പറയുന്നുണ്ട്, മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആണ് മാതങ്കി ഈ ആനന്ദ ഭിക്ഷുവിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് ഒരു 80കളുടെ പകുതി മുതൽ മട്ടന്നൂരിൻ്റെ തായമ്പകയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു, അന്നത്തെ എല്ലാ തായമ്പകയ്ക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, ആ പേര് തന്നെയായിരുന്നു അവരുടെ ഐഡൻറ്റിറ്റി. അങ്ങനെ പിന്നീട് എനിക്ക് തോന്നുന്ന അവസാനത്തെ ഒരു ഐഡൻറ്റിറ്റി വരുന്നത്, ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ അവസാനത്തെ മികച്ച കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ് എന്ന് പറയുന്നത് പോലെ ഈ തായമ്പകയിൽ അവസാനത്തെ ശൈലി വല്ലഭൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. ഇപ്പോൾ കേൾക്കുന്നതൊക്കെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സ്വരൂപിച്ച തായമ്പകയുടെ അപഭ്രംശങ്ങളാണ്, ഇന്ന് പോയ കുറേ ഉൽക്കകൾ. അപ്പോൾ അങ്ങനെ ഒരു തായമ്പക ഒരു ഏകോപനം സാധിച്ച് പുതിയ രീതിയിൽ അതിനെ ആകർഷണീയമാക്കി. അപ്പോൾ ഈ 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്ന അതിൻ്റെ ശബ്ദശക്തിയാണ്. ഒരു KC നാരായണൻ്റെ ഒരു നിരീക്ഷണമുണ്ട്, ഒരു അലറുന്ന കാട്ടുമൃഗം പോലെയാണ് ചെണ്ടയുടെ സ്വരൂപവും ശബ്ദവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാട്ടുമൃഗത്തെ മെരുക്കിയിട്ട് അതിനെ വളരെ സ്വച്ഛസുന്ദരമായിട്ട് അതിനെ ഒരു പോയറ്റിക്കായിട്ട് കൊട്ടാൻ മട്ടന്നൂരിന് സാധിച്ചു. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അരങ്ങേറ്റത്തിനുള്ള ആദ്യത്തെ നേരുകോല് മുതൽ ഇന്നിപ്പോൾ വൈകുന്നേരം കൊയിലാണ്ടിയിൽ കൊട്ടാൻ പോകുന്ന തായമ്പയ്ക്ക് അതിലൊരു അതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്ന വരുന്നുണ്ട്. അപരാജിതമായ നിലയിൽ ഒരിക്കലും അത് കേട്ട് മുഷിയുക എന്നൊരു സംഗതി നമുക്കില്ല. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു തായമ്പക സങ്കല്പം രൂപപ്പെടുത്തിയത്? എങ്ങനെ ഇവിടെ സൂചിപ്പിച്ച ഐഡി ഓരോ ആൾക്കും ഉണ്ടായിരുന്നു എന്നതൊരു സത്യം. അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ചില ഐഡി ഉണ്ടാക്കണം എന്ന ഒരു മോഹം അവിടെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഇന്നൊരു ശൈലിയിലേക്ക് പോവുക, ഇല്ല ഇന്നതെടുത്താൽ അതിലൊരു പുതിയ ശൈലി രൂപീകരിക്കാൻ പറ്റും എന്ന വിഷയത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞത് പല്ലാവൂരപ്പന്മാരാരാണ്. അദ്ദേഹത്തിൻ്റെ അടന്തക്കൂറ് അത് കുറച്ചും കൂടി കാലം താഴ്ത്തി കൃത്യമായിട്ട് മിശ്രനടയിൽ എങ്ങനെ തിശ്രം സഞ്ചരിക്കാം, അതിൽ ചതുരശ്രം എങ്ങനെ വരാം, സങ്കീർണം എങ്ങനെ വരാം, ഇത്തരം കണക്കുകൂട്ടലുകൾ കൃത്യമായി നിർവഹിച്ച് അങ്ങനെ എണ്ണം ചിട്ടപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ആദ്യത്തെ അവതരണം തന്നെ കേട്ടവർ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളായ മറ്റു ഉപകരണങ്ങൾ ഒരു നടയിൽ നിന്നും മറ്റൊരു നടയിലേക്ക് എങ്ങനെ സുന്ദരമായിട്ട് കേൾവിക്കാരെ കൊണ്ടു നടക്കാൻ സാധിക്കും എന്ന ഒരു ഉത്തമമായ ഉദാഹരണം ഞാൻ മനസ്സിലാക്കിയത് സാക്ഷാൽ തവിൽ ചക്രവർത്തി വളയപ്പട്ടി സുബ്രഹ്മണ്യത്തിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ വായനയിൽ തിശ്രത്തിലും മിശ്രത്തിലും അതിൽ ഇരട്ടിയും പതിഞ്ഞകാലും എല്ലാം അതിനൊക്കെ ഒരു സുന്ദരമായൊരു യാത്രയാണ്. ആ യാത്ര എങ്ങനെ ചെണ്ടയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു അന്വേഷണം നിരന്തരമായ, അത് ഒരു നേരത്തെ പറഞ്ഞ തക്കടിയും തരികടി, അതാ ഞാൻ പറഞ്ഞ മിനിമം 40 കൊല്ലെങ്കിലും കൊട്ടിയാലേ ആ തരികടിയൊക്കെ കൃത്യമായിട്ട് വരൂ എന്ന് മനസ്സിലായി. ഇപ്പോൾ അതിനേക്കാളും വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ആ തരികട കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു സത്യമാണ്. അപ്പോൾ അത്തരം അന്വേഷണങ്ങൾ നമ്മൾ വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ ഉറങ്ങുകയല്ല ജോലി. കുട്ടിക്കാലം ഒരു കാലത്ത് മട്ടന്നൂർ അമ്പലത്തിലെ അടിയന്തരക്കാരൻ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം. അത് ഇന്നും തുടരുന്നു. അവിടെ രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്താൻ ശംഖൂതൽ ഞങ്ങളുടെ ജോലിയാണ്. അങ്ങനെ ആ ജോലിയിൽ നിന്നും ഒരു മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗാന്ധി സേവാസദനത്തിൽ വന്നത്. കാരണം 3 മണിക്ക് ശംഖൂതൽ അത്ര എളുപ്പമല്ല. ഇവിടെ വന്നപ്പോൾ 2:45 എഴുന്നേക്കണം, 3 മണിക്ക് തുടങ്ങണം.
പടപേടിച്ച് പന്തളത്ത് പോയൊരു പരിപാടി. എങ്ങനെയെങ്കിലും ഒന്ന് മട്ടന്നൂർ തിരിച്ചെത്തിയാൽ മതി തോന്നി. അപ്പോൾ ആ ഒരു 3 മണി മുതലുള്ള കർമ്മങ്ങൾ ഇപ്പം എനിക്ക് ആകെ ഒരു 2.5 മണിക്കൂറേ ഉറങ്ങണ്ടു. എൻ്റെ ജീവിതത്തിൽ ഏകദേശം 3/4 ഭാഗവും കാറിൻ്റെ ഉള്ളിലാണ്. സഞ്ചാരമാണ് ഏറ്റവും അധികം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ നമുക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ചെണ്ടയുടെ ശബ്ദം, കേരളത്തിൻ്റെ ഉത്സവ ബിംബം എന്ന് സാക്ഷാൽ ഒളപ്പമണ്ണ പറയാറുള്ള കേരളത്തിൻ്റെ ഉത്സവ ബിംബം ചെണ്ടയുടെ ശബ്ദം. അത് ലോകത്തിൻ്റെ ഏതെല്ലാം മുക്കിലും മൂലയിലും കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ എത്തിക്കാനുള്ള ചുമതലയാണ് ഇപ്പോഴും ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഊണും ഉറക്കവും ഒരു വിഷയമല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ സാധാരണഗതിയിൽ കഥകളിക്കൊട്ട് പഠിച്ചവരുടെ തായമ്പക, അതിൻ്റെ ഒരു ശബ്ദം, അത് അവർ കേളികൊട്ടായാലും എന്തായാലും, കഥകളിക്കൊട്ട് പഠിക്കാത്തവരുടെ തായമ്പക, ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ചെണ്ടവട്ടത്തിലെ സ്വരസ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ട് അത് കയ്യും കോലും എവിടെയൊക്കെ വിന്യസിക്കണം എന്നത് കഥകളിക്കൊട്ട് പഠിച്ച ഒരാൾക്ക് കൂടുതൽ വശപ്പെടും. അപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തായമ്പകയിലൊരു പുതിയ ഭാവുകത്വം കൊണ്ടുവന്നപ്പോഴേ പിൽക്കാലത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ അനുകരിക്കാൻ തുടങ്ങി. കഥകളിയിൽ പച്ചവേഷത്തിൽ പിൽക്കാല നടന്മാർ കലാമണ്ഡലം ഗോപിയെ അനുകരിച്ചതുപോലെ വളരെ യാദൃശ്ചികമായ ആവാം ഇവർക്ക് 2 പേർക്കും ഒരു വർഷമാണ് പത്മശ്രീ കിട്ടിയതും. ഒന്ന്. ഇനി നമ്മൾ ഈ സെഷൻ്റെ ആദ്യ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പിന്നീട് നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഒറ്റത്തായമ്പ് കൊട്ടുന്നു. ഇദ്ദേഹം പ്രമാണമായിട്ട് അപ്പുറത്ത് കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടി, മഞ്ചേരി ഹരിദാസ്, പോരൂർ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ കൊട്ടി ഒരു ചെറിയ കാലം പഞ്ചതായമ്പയെ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തൻ്റെ പിൽക്കാലത്തെ തൻ്റെ കാലത്ത് തന്നെ സ്ഥാപിക്കുന്ന ഒരു മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെയാണ്. കാരണം മക്കളായിട്ടുള്ള ശ്രീകാന്തിനെയും ശ്രീരാജിനെയും ഒപ്പം കൊട്ടി ഒരു മൂവർ തായമ്പക. അവർ തമ്മിൽ പ്രായത്തിൽ വലിയ അന്തരം ഇല്ല. ചിലപ്പോൾ അച്ഛനും മക്കളുമാണോ അതോ സഹോദരന്മാരാണോ എന്ന് തന്നെ തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഛായയും അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു തായമ്പകയിൽ ഒരു മട്ടന്നൂർ സ്കൂൾ രൂപം കൊള്ളുകയായിരുന്നു. ഇപ്പം ഇന്ന് അദ്ദേഹം കൊട്ടാൻ പോകുന്നതും അതുതന്നെയാണ്, മൂവർ തായമ്പക. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ കേരളത്തിലെ ഈ കലാകാരന്മാരുടെ മക്കളൊന്നും ആ രംഗത്ത് അധികം ശോഭിക്കാറില്ല. അച്ഛനും മകനും തുല്യ, ഇതിപ്പോൾ മിഴാവിലെ മാണിമാധവ ചാക്യാരുടെ മകൻ പി കെ നാരായണൻ നമ്പ്യാർ, ആ 2 പേർക്കും പത്മശ്രീ കിട്ടിയതിൻ്റെ 2 വാദ്യമാണ്. പല്ലാവൂർ അപ്പുമാരാരുടെ മകൻ കുനിശ്ശേരി ചന്ദ്രൻ, പക്ഷെ അതിന് 2 വാദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ശ്രീകാന്ത്, ശ്രീരാജ് ഇവർ നല്ല യോജിപ്പുണ്ടെങ്കിലും ശ്രീകാന്തിൻ്റെ കൊട്ടിന് ഒരു വീറും വാറും ഊർജവും കൂടും. ശ്രീരാജിൻ്റെ കൊട്ടിന് അതുണ്ടെങ്കിൽ അതിനേക്കാളേറെ അതിൻ്റെ വൈവിധ്യത്തിലാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇവർ 3 പേരും ഒരുമിക്കുമ്പോൾ ഈ തായമ്പയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും യോജിപ്പുള്ളൊരു സിംഫണി ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു മക്കളി രംഗത്ത് വന്ന് അവരോടൊപ്പം കൊട്ടി അങ്ങനെ ഒരു പുതിയ ഒരു തായമ്പക ശൈലി രൂപീകരിക്കാൻ ഉണ്ടായൊരു സാഹചര്യവും അതിനുണ്ടായൊരു മേൽവിലാസവും അതിനെപ്പറ്റി പറയും. ഞാൻ തുടങ്ങിയ കളരി, കഥകളിയുടെ കളരി സാക്ഷാൽ കീഴ്പ്പടം കുമാരനാശാൻ്റെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള സ്ഥാപനത്തിലാണ് ഞാൻ കളിക്കൊട്ട് പഠിക്കുന്നത്. മറ്റാശാന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഓരോ ആശാന്മാരെയും അടുത്ത് പരിചയമുള്ള ഒരാളാണ് ഞാൻ. കഥകളിക്ക് കൃത്യമായിട്ട് ഈ കാലത്തൊന്നും ഈ ആശാന്മാരോടൊക്കെ വളരെയധികം അടുത്ത് പരിചയിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ താമസിക്കുന്നതും വെള്ളിനഴിയിലാണ്. കഥകളിയുടെ ഈറ്റിലത്താണ് കഴിഞ്ഞ 35 വർഷമായിട്ട് താമസിക്കുന്നത്. അവിടെയും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മട്ടന്നൂർ പടി എന്നാണ്, ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഗുരുനാഥന്മാരുടെ കൃത്യമായ അനുഗ്രഹം കീഴ്പ്പടാശാൻ അന്നേ പറയാറുണ്ട്, തന്നോളം പോന്നാൽ തന്നെ മക്കളായാലും പറയാൻ പാടുള്ളൂ. ഈ ഒരു പഠനം ആദ്യകാലത്ത് ശ്രീകാന്തായാലും ശ്രീരാജായാലും അവർ മട്ടന്നൂർ ജീവിക്കുന്നു, ഞാൻ നാട് മുഴുവൻ നടക്കുന്നു. അങ്ങനെ ഒരു കാലം കൃത്യമായിട്ടുള്ള ഇവരോടൊത്തുള്ള ഒരു കുടുംബ
ജീവിതം വന്നത് 90-ന് ശേഷമാണ്. വെള്ളിനഴി ഹൈസ്കൂളിൽ ജോലി കിട്ടിയ മുതലാണ് ഞാൻ കുടുംബമായിട്ട് വെള്ളിനഴി താമസിക്കാൻ തുടങ്ങിയത്. ആ കാലത്താണ് ഏറ്റവും കൊട്ടിൻ്റെ വിഷയം ചിന്തിക്കാനും കുട്ടികളെ കൊട്ട് പഠിപ്പിക്കാനും. മുഴുവൻ ഞാൻ വേണ്ട, അത് സാധാരണ ഒരു ചൊല്ലുണ്ട്, നീർക്കോലീൻ്റെ കുട്ടിക്ക് നീന്തം പഠിപ്പിക്കേണ്ടെന്നൊരു ചൊല്ലുണ്ട്. അതുമാതിരി അവർ ചെയ്തോളും. പക്ഷേ എങ്കിലും അതിനൊരു ഗൈഡ്, ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുക മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ എന്നൊരു സത്യമുണ്ട്. മുഴുവൻ സത്യം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഞങ്ങളെ വിളിക്കില്ല, അതുകൊണ്ട് മുഴുവൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഒരുമിച്ച് താമസിച്ച് ഒരെണ്ണം കൂട്ടിയാൽ, ഇപ്പം മൃദംഗത്തിലെ ഒരെണ്ണം എങ്ങനെ ചെണ്ടയിലേക്ക് മാറ്റാം എന്ന് കൃത്യമായി വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഞങ്ങൾ അന്നും ഇന്നും. അപ്പോൾ അത്തരം പ്രാക്ടീസ് ചെയ്ത് അരങ്ങത്ത് വരുമ്പോൾ ഇത് പുതിയതായിട്ടുള്ള ഇതൊക്കെ ചില ക്ലൂ ആണ് കേട്ടോ. അരങ്ങത്ത് വരുമ്പോൾ ഇത് ആ അരങ്ങത്ത് പെട്ടെന്നുണ്ടായ ഒരു യോജിപ്പാണ് എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കാനുള്ളൊരു തരികിട. അതും ചെയ്യുന്ന ഒരാൾ തന്നെ. പക്ഷേ ഇത് വീട്ടിൽ വെച്ച് കൃത്യമായിട്ട് ഏതൊക്കെ അടി എവിടെയൊക്കെ സ്ട്രെസ് ചെയ്ത് വായിക്കണമോ ഇത് വായിച്ച് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ തന്നെ പഴയ കാലത്ത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ, ഈ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മട്ടന്നൂരൊക്കെ ഈ കുരങ്ങനെയും കൊണ്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ട്. അപ്പം അവരൊരു ഫാമിലിയാണ്, ഒരു കുരങ്ങനും ഉണ്ടാവും. ചാടാൻ പറയുന്നതിന് മുമ്പേ ചാടിയിട്ടുണ്ടാവും. അതുമാതിരിയാണ് ഞാനും മക്കളും. വിചാരിച്ചാൽ തന്നെ അപ്പം ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ രണ്ടാളും വിചാരിക്കും അച്ഛനെ ഒന്ന് ചാടിക്കാം. ഈ ഒരു മനപ്പൊരുത്തം വീട്ടിലിരുന്നാലും കൊട്ടാം, സഞ്ചരിക്കുമ്പോൾ കൊട്ടാം, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കൊട്ടാം. ഇതെല്ലാം പരിപാടികളുടെ വിഷയത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യാറ്. അങ്ങനെ ഒരു കാലം. ഇപ്പോൾ അവരവിടെ എത്തും, ഞാനും അവിടെ എത്തും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പറയേ വേണ്ട, ഒറ്റ വാക്കിൽ നമുക്ക് ഇന്നമാതിരി സഞ്ചരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊണ്ടു നടപ്പ് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ആത്മാർത്ഥമായിട്ട് പറയാച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ പല പാഠങ്ങളും ഉണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല. കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക് അവരുടെ മരുന്ന് ഏജൻസി കൊടുത്താലും അവരുടെ മരുന്നല്ലാണ്ട് ആ ഏജൻസിയിൽ വിറ്റു എന്നറിഞ്ഞാൽ കൃത്യമായിട്ട് പിറ്റേന്ന് ആ ഏജൻസി ക്യാൻസൽ ചെയ്യും. അതുമാതിരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബോട്ടിൽ ഉണ്ടാക്കാൻ എനിക്കറിയാം, കൊണ്ടു നടക്കാൻ എനിക്കറിയാം, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ ആര്യവൈദ്യശാലയുടെ ആ ഒരു പാഠം എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്. അതുമാതിരി നമുക്ക് കൊട്ടാൻ നമ്മളുടെ ചെണ്ടയുണ്ട്, നമുക്ക് കൊടുക്കാൻ നമ്മളുടെ വസ്ത്രമുണ്ട്, നമുക്ക് കൊട്ടാനുള്ള കോല് നമ്മുടെ കയ്യിലുണ്ട്. ഇത്തരം കൊണ്ടു നടപ്പ് അത് കൃത്യമായിട്ട് അവിടെയാണ് ഞങ്ങൾ വല്ലതും വിജയിച്ചിട്ടുണ്ടോ എന്ന വിഷയം 100% സത്യമാണ്. കാരണം ഇന്ന് ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. അത് ചെണ്ട കൊട്ടിയിട്ട് മാത്രമാണ്. ഇതുപോലെ തായമ്പക ഉള്ളതുപോലെ തുല്യമായ ഒരു മേൽവിലാസം മട്ടന്നൂരിന് മേളത്തിലുമുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ പെരുവന മാറാട്ടുപുഴ അവിടുത്തെ ഒരു മേള സംസ്കൃതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ അദ്ദേഹം തിരുവമ്പാടി ഏറെക്കാലം പ്രമാണിയായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ കയ്യും കോലും എന്നുള്ള മേളസങ്കല്പം അത് രണ്ട് കൈയിലും കോലായാലും അതുപോലെ പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം കൊട്ടി കാണിച്ചു കൊടുത്തു. മാത്രമല്ല ശ്രുതിമേളം, ഇപ്പോൾ ഈ അരങ്ങിന് തന്നെ പേര് ശ്രുതിമേളം എന്നാണ്. ശ്രുതിമേളം എന്നുള്ളൊരു മേള പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെ സമാന്തരമായിട്ട് തായമ്പയ്ക്കൊപ്പം അദ്ദേഹം ഒരു മേള സംസ്കാരവും കൊണ്ടുവന്നു. അപ്പോൾ ഈ ശ്രുതിമേളം എന്നൊരു സങ്കല്പം യഥാർത്ഥത്തിൽ മേളപ്രമാണിയായിരിക്കെ ഇങ്ങനെ ഒരു ശ്രുതിമേളം എന്നൊരു സങ്കല്പം അത് വലിയ വിവാദമൊക്കെ ആയി. ഈ ഇരുകോൽ പഞ്ചാരി മലയാളം വാരികയിൽ അത് എസ് ജയചന്ദ്രൻ നായർ പത്രാധിപരായിരുന്ന കാലത്ത് അത് വലിയ വിവാദം തന്നെയായിട്ട് മാറി. വിവാദം സംവാദാത്മകമായ വിവാദമായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ശ്രുതിമേളം എന്നൊരു സങ്കല്പം അത് കൊണ്ടുവരാനുള്ള തൃശ്ശൂർ പൂരത്തിന് മേളം കൊട്ടുക 36 കൊല്ലം മേളം കൊട്ടിയ ഒരാളാണ് ഞാൻ. തൃശ്ശൂർ തിരുവമ്പാടി വിഭാഗത്തിന് മാത്രം 36 വർഷം മേളം കൊട്ടിയ ഒരു കലാകാരനാണ്. അതിൽ 6 വർഷം പ്രമാണം കൊട്ടിയതാണ്.
അപ്പോൾ എനിക്ക് ആ വിഷയം അറിയാത്തുള്ളൂ. എനിക്ക് അതല്ലാത്ത സഞ്ചരിക്കാനുള്ള മറ്റ് പല വിഷയങ്ങളും ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും 4 മണിക്കൂർ മേളം കൊട്ടിയാൽ കിട്ടുന്നതിനേക്കാളും പ്രതിഫലം 1 മണിക്കൂർ താഴുമ്പോൾ കിട്ടും എന്ന ഒരു സത്യമുണ്ട്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിന് ധാരാളം സന്ദർഭങ്ങളും കിട്ടുക. അപ്പോൾ ആ വഴിക്ക് സഞ്ചരിക്കും. അതുകൊണ്ടൊരു മേളം അറിയാത്ത ഒരാളാണ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പല്ലാവൂരപ്പുമാരേറെ അറിയപ്പെടുന്നത് അദ്ദേഹം ഏറ്റവും വലിയ ഇടക്ക വിദ്വാനായിട്ടാണ്. എത്രയോ വർഷം തൃശ്ശൂർ പാറമേക്കാവിൻ്റെ പ്രമാണം വഹിച്ച ആളാണ് ഞാൻ. അദ്ദേഹം കൊട്ടുന്ന മാതിരി ഒരു തായ്മ വേറെ ആർക്കാ കൊട്ടാൻ പറ്റുന്ന ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. അപ്പോൾ ചില വിഷയങ്ങളായിട്ട് പറഞ്ഞാലും അവർക്കൊന്നും മറ്റ് വിഷയങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ഒരുതരം മൂഢത്വമാവുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം അത് നമ്മുടെ വിഷയമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ആ കാലത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് നമ്പീശൻസ് ഡയറി നിങ്ങൾക്കറിയാം. നമ്പീശൻസ് ഡയറിയുടെ മകളുടെ ഭർത്താവ് എം.എൻ. രാജൻ എന്ന് പറഞ്ഞ് കണ്ണൂർ ഒരു നല്ലൊരു സംഗീത ആസ്വാദകനുണ്ടായിരുന്നു ആ കാലത്ത്, എൻ്റെ കുട്ടിക്കാലം. ആ കാലത്ത് അവിടെ ബാലമുരളീകൃഷ്ണ സാർ വന്നാലും ശിവരാമൻ സാർ വന്നാലും സംഗീതത്തിൻ്റെ എല്ലാ വിഷയത്തിലും ഈ രാജൻ സാറിൻ്റെ വീട്ടിൽ പോയി എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. എന്നെ കൊട്ട് പഠിപ്പിക്കാനും സദനത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ പരമാവധി സഹായം ചെയ്ത ഒരാളും എനിക്കതിലൊരു ഭാവി വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. ആദ്യത്തെ കൊല്ലം തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിന് ഞാൻ പോയി കൊട്ടി. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തെറ്റി ഞാൻ പറഞ്ഞു, ഞാൻ ഇക്കൊല്ലം തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിന് പങ്കെടുത്തു. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് TV ഇല്ല, ടെലിവിഷനില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമാണ്, മേളം തരക്കേട്. അന്ന് റേഡിയോ മാത്രം കേട്ടിട്ടാണ് അത് വെച്ച് കേൾക്കുകയാണ്. മേളം തരക്കേടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ എന്താ ഈ ഒരു കാക്ക കരയുന്ന മാതിരി ഒരു ശബ്ദമുണ്ടല്ലോ, അത് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. അദ്ദേഹം സംഗീതത്തിൻ്റെ തലതൊട്ടം പറഞ്ഞു, ഇടയിലൊരു കാക്ക. അപ്പോൾ ഈ കാക്ക എവിടെ നിന്നാണ് കരയുന്നത്, ഏതാണ് ഈ കാക്ക എന്ന അന്വേഷണം എനിക്ക് അവിടെ നിന്ന് പകർന്നു കിട്ടി. ആ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കാക്കയാണ് നമ്മളിപ്പോൾ കേമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറുങ്കുഴൽ. മേളത്തിന് മുന്നിൽ നിൽക്കുന്ന കുറുങ്കുഴൽ. ആ ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിനൊരു കാക്ക കരച്ചിലുമായി തോന്നുന്നത്. ആ കാലത്ത് അന്വേഷിച്ചപ്പോൾ ഞാനിതൊക്കെ കൊട്ട് പഠിക്കുന്നതിന് മുമ്പേ ഒരു 3 കൊല്ലം ശാസ്ത്രീയ സംഗീതം സപ്തസ്വരമൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി ഈ കുറുങ്കുഴൽ കീഴ്ഷഡ്ജം ഊതിയാൽ എല്ലാവരും ആ ഇത് തന്നെയാണ് ഊതുന്നത് സത്യം. പക്ഷേ ഈ ഉപകരണത്തിൻ്റെ നീളവും ഇതനുസരിച്ചിട്ട് കീഴ്ഷഡ്ജ് ഊതിയാലും പല രീതിയിലാവും ശബ്ദം. ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കാക്ക കരച്ചിൽ മാറ്റി അതൊരു യഥാർത്ഥമായ കരച്ചിലാക്കി മാറ്റണം എന്നുള്ളൊരു മോഹം, അവിടെയാണ് ശ്രുതിമേളത്തിൻ്റെ ഒരു മോഹം എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പല ആൾക്കാരും പറഞ്ഞു അതൊന്നും നടക്കുന്ന വിഷയമല്ല. പിന്നെ ചെണ്ട ശ്രുതിയിലാവില്ല, താളം ശ്രുതിയിലാവില്ല, കൊമ്പ് ശ്രുതിയിലാവില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, കുഴൽ ശ്രുതിയിലാവുമോ? അതാക്കാം, അതല്ലേ ചെയ്യേണ്ടത്. സാക്ഷാൽ ബിസ്മില്ലാ ഖാൻ ഷെഹനായിൽ ലോകം മുഴുവൻ പ്രസിദ്ധനായിട്ട് മാറിയത് നമ്മുടെ ഈ കുറുങ്കുഴലിൻ്റെ ചെറിയൊരു നീളം കൂടുന്നേ ഉള്ളൂ. ആ മനസ്സുണ്ടാവണം. അതിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് ആ യൂണിഫോമിറ്റി ഉണ്ടാവാനും ആ ശ്രുതി ഉണ്ടാവാനുള്ള ശ്രമം അവരാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവർ ചെയ്യാത്തത് കൊണ്ട് ഈ ചോദ്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയ കാലത്ത് 1 മാസം വെള്ളിനഴി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ആദ്യം എനിക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളത് പനമണ്ണ മനോഹരൻ എന്ന കുഴലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് പറ്റില്ല, എൻ്റെ ഗുരുനാഥൻ ആരാണ് പല്ലാവൂർ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹം ഇത് ചെയ്തു തരും. അങ്ങനെ 1 മാസക്കാലം വെള്ളിനഴിയിൽ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കൃഷ്ണൻകുട്ടിയേട്ടനെ പല്ലാവൂർ കൃഷ്ണൻകുട്ടിയേട്ടനെ വീട്ടിൽ വരുത്തിയിട്ടാണ് അതിന് ഞാൻ പുറപ്പെട്ടതും. ഒരേ അളവിലുള്ള കുഴൽ, ഈ കുഴലിന് 15 കുഴൽ ഊതിയാലും ഒരൊറ്റ ശബ്ദത്തിൽ വരും എന്ന് സാക്ഷ്യപ്പെടുത്തിയൊരു വിഷയമാണത്. ആദ്യം പറഞ്ഞ അതിനൊരു കഥയും കൂടിയുണ്ട്. കൃഷ്ണൻകുട്ടിയേട്ടൻ എനിക്കന്ന് പരിചയമില്ല, മനോഹരൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തോട് അല്ല അത് ശങ്കരേട്ടൻ പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഓരോ കലാകാരന്മാരുടെ സുഖ ദുഃഖങ്ങളും കൂടി
നമ്മളതിൽ വായിച്ചെടുക്കുകയാണ്. കൃഷ്ണൻകുട്ടിയേട്ടനെ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു എന്താണ് വിഷയം, അപ്പോൾ പേരൊക്കെ ശങ്കരൻകുട്ടിയാണ്. ഞാൻ പറയും ഇന്നൊരു വിഷയമാണ്, ഒരാവശ്യം, കുറുങ്കുഴൽ ഊതിയിട്ട് ഒരൊറ്റ വിഷയം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചത് എന്താ കാരണം? ഞാൻ കുറുങ്കുഴൽ എന്ന ഉപകരണം പല്ലാവൂർ അമ്പലത്തിൽ അടിയന്തരക്കാരനായിരുന്നു. ഈ കുറുങ്കുഴൽ ഉപയോഗിച്ചിട്ട് ഈ അടിയന്തരം നടത്തിയിട്ട് ഒരു കുടുംബം കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന ഉത്തമ ബോധ്യം മനസ്സിൽ ഉദ്ദേശിച്ച് കുറുങ്കുഴൽ താഴെ വെച്ചിട്ട് തഞ്ചാവൂർക്ക് നാഗസ്വരം പഠിക്കാൻ പോയ ആളാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്ന വലിയ നാഗസ്വര വിദ്വാനായിട്ടാണ് അന്ന് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ ജീവിതമൊക്കെ സുഖമായിട്ട് നടക്കുന്നുണ്ട്? ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എടുക്കാമല്ലോ അടുത്ത കുഴൽ, ഇനി നമുക്ക് എന്തു ആവാമല്ലോ, ഇനി നമുക്ക് പഴയ കുഴലിലേക്ക് പോകാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കളോട് വർത്തമാനം പറഞ്ഞ് ജയിക്കുക. ഞാൻ പറഞ്ഞു അതാണ് വർത്തമാനം പറയലോ ജയിക്കലോ അല്ല ഇപ്പോഴത്തെ ഉദ്ദേശം. നിങ്ങളെ മാതിരിയുള്ള ആൾക്കാർ വന്നാൽ മേളത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, കുറുങ്കുഴലിൻ്റെ എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിനറിയാം. അങ്ങനൊരു സഹകരണം, ആ സഹകരിച്ച് വന്നതിൻ്റെ വിഷയമായിട്ട് മേളം, പഞ്ചാരി മേളമാണെങ്കിൽ ഒന്നാം കാലം ശങ്കരാഭരണം, രണ്ടാം കാലം മോഹനം, ആരവി, തീരകലാശത്തിന് മധ്യമാവധി രാഗം കൂടി വെച്ചിട്ട് അത് ചിട്ടപ്പെടുത്തി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അന്വേഷിക്കുന്നവർ അന്വേഷിക്കണം, അപ്പോൾ കണ്ടെത്താം. അതിന് ശേഷമാണ് നമ്മളോട് താല്പര്യമുള്ള നിരവധി കുറുങ്കുഴലിലെ ഉത്തമന്മാരായ കലാകാരന്മാർ ഞങ്ങളുടെ ഉപകരണം ഒരു ശ്രുതിയിലാക്കി മാറ്റണം, ഇന്ന് അങ്ങനെ കൊണ്ടു നടക്കുന്നു. ഈ ശ്രുതിമേളത്തിൻ്റെ വിഷയം എൻ്റെ മനസ്സിലും അത്രയേ ഉണ്ടായിരുന്നത്. അവരെ അതിനെ പ്രാപ്തമാക്കിയെടുക്കുക, ആ വിഷയം ഇന്ന് ഒരുപാട് നടക്കുന്നു. അപ്പോൾ തായമ്പകയിൽ എന്ന പോലെ മേളത്തിലും അതുവരെ ഒരു പ്രതിനായക വാദ്യം അല്ലെങ്കിൽ ആയിരുന്ന കുഴലിനെ അത് ശ്രുതി മയമാക്കിയിട്ട് പുതിയൊരു മേളം അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു ചെണ്ട വച്ചാൽ നമുക്കത് ആരുടെ ചെണ്ട എന്ന് ചോദിക്കേണ്ടതില്ല, അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ ചെണ്ടയാണ്. അത്രമാത്രം അദ്ദേഹം വിവിധ വൻകരകളിൽ ഈ ചെണ്ടയുമായിട്ട് അലഞ്ഞു. ഈ വെള്ളിനേഴിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ചെർപ്പളശ്ശേരിക്കുള്ളൂ, അവിടുന്ന് 2 കിലോമീറ്റർ കരുമാനാംകുറിശ്ശിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഞാനൊന്ന് ചെർപ്പളശ്ശേരി പോയി വരാം എന്ന് പറയുന്ന ലാഘവത്തിൽ ഞാനൊന്ന് അബുദാബിയിൽ പോയിട്ട് വരാം, അത് കഴിഞ്ഞ് ഞാനൊന്ന് കരുമാനാംകുറിശ്ശി പോയി വരാം എന്നുള്ള ലാഘവത്തിൽ ഞാൻ UK ഒന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരും എന്ന് പറയുന്നത് പോലെ ഒരു തൊട്ടടുത്ത ടൗണിലേക്ക് പോകുന്ന അതേ ലാഘവത്തിൽ ഇങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ അലയുന്ന ഒരു അപൂർവ കലാകാരനായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അള്ളാരാഖയ്ക്കും മകൻ സക്കീർ ഹുസൈനും ഒപ്പം ചെണ്ട ചേർത്ത ഏക കലാകാരനാണ്. തീരുന്നില്ല, ശിവമണി, ഉമയാൾപുരം ശിവരാമൻ, കാരക്കുടി മണി, അങ്ങനെ ഏത് വാദ്യത്തോടും ചെണ്ട ചേർക്കാം എന്നും അവരുടെ ഭാഷയും ചെണ്ടയുടെ ഭാഷയും തമ്മിലുള്ള ഒരു സമന്വയം സാധിക്കാം, ഒരുതരം പരാവർത്തനം സാധിക്കാം എന്നും മട്ടന്നൂർ മാത്രമേ തെളിയിച്ചിട്ടുള്ളൂ. മട്ടന്നൂർ വിജയിക്കുന്നിടത്ത് മറ്റവർ പലരും പരാജയപ്പെടും. ഈ ഒരു അളാരാഖ മുതൽ സക്കീർ ഹുസൈൻ ആ ഒരു പരമ്പരകളുമായി ചെണ്ട ചേർത്തതിൻ്റെ ഒരു അനുഭവ പശ്ചാത്തലം ഒന്ന് സംസാരിക്കും. ഒന്ന്, ചെണ്ട ഒരു ഭയങ്കരമായ ശബ്ദമാണ്, ഇത് ഏതിനോടും യോജിപ്പിക്കില്ല എന്നൊരു തോന്നൽ. എൻ്റെ കണക്കിൽ നമ്മൾ സിംഹത്തിനെ, ഭയങ്കരമായ സിംഹത്തിനെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തി നമ്മുടെ ഭാഗത്തിന് കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാർ എത്രയോ ഉണ്ട്. അതേമാതിരി ഒരു സിംഹമാണ് ചെണ്ട എന്ന് സങ്കല്പിക്കുക. അതിനെ മെരുക്കിയെടുത്ത് തവിലിനോട് കൂടും വായിക്കുമ്പോൾ ഏത് ശബ്ദം വേണം, മൃദംഗത്തോടു കൂടി വായിക്കുമ്പോൾ എത്ര ശബ്ദം വേണം, തബലയോടുകൂടി ചേർന്ന് വായിക്കുമ്പോൾ അതുമാതിരി എത്രയോ ബാലഭാസ്കറിൻ്റെ വയലിനൊക്കെ ഒരുപാട് വായിച്ച ആളാണ് ഞാൻ. ഇത് തമ്മിലുള്ള ആ ഒരു ഇഷ്ടം, ആരാണോ നമ്മളെ വിളിക്കുന്നത്, എന്തിനാണോ വിളിക്കുന്നത്, അതിൻ്റെ പരമാവധി വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവരോട് യോജിച്ച് ആ വിഷയം കൊണ്ടു നടന്നു വിജയിപ്പിക്കുക എന്ന ധർമ്മവും കൂടി. ഒരു മേളക്കാരൻ പ്രമാണിയുടെ കൂടെ കൊട്ടുന്നാൾ
പല സ്ഥലത്തും ഞാൻ കണ്ട് മനസ്സിലാക്കിയ കൂടെ ആയിരിക്കും കൊട്ടുക, പ്രമാണമല്ല. ഈ കൂടെ കൊട്ടുന്ന ആളുടെ വിചാരം അങ്ങൊരാ സ്ഥാനത്ത് നിർത്തുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്രമാണം ഞാനാ കൊട്ടുന്നത്. ഈ മനോഗതിയോടുകൂടി പോയാൽ ആ വിഷയം നേരെയാവില്ല. പ്രമാണിയുടെ കൂടെ ആ പ്രമാണത്തിന് എത്രമാത്രം സഹകരിച്ച് അത് ഭംഗിയാക്കാൻ പറ്റുന്നുള്ള ശ്രമമാണ് കൂടെ കൊട്ടുന്ന ആൾ ചിന്തിക്കേണ്ടത്, ചെയ്യേണ്ടത്. പല മേളക്കാർക്കും അതല്ല വിചാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ വിഷയം, ആരെങ്കിലും ഒരാൾ പ്രമാണം കൊട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ വലത്തോ ഇടത്തോ കൂട്ട് കൊട്ടുന്ന ആളുടെ വിചാരം യഥാർത്ഥത്തിൽ ഞാനാണ് പ്രമാണം നിൽക്കേണ്ടത്. പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ കയറി നിൽക്കുന്നു. ഇത്തരം മനോഭാവത്തോടു കൂടി പോയാൽ ആ പരിപാടി ഭംഗിയാവില്ല. അതുപോലെ അതല്ലാതെ ഇത്തരം ഉപകരണങ്ങൾ സക്കീർ ഹുസൈനായാലും ശരി, എള്ളാരാക്കിയാലും ശരി, ശിവമണി, ഏത് ഉന്നതന്മാരായ കലാകാരന്മാരും അവരുടെ കൂടെ ചേർന്ന് എങ്ങനെ ഇതിൻ്റെ ശബ്ദം എപ്പോഴും ആദ്യത്തെ തരികട ഇപ്പോഴും ആ തരികട അവിടെയാണ് പ്രയോഗിക്കേണ്ടത്. അങ്ങനെ ഇതോടുകൂടി എങ്ങനെ യോജിച്ച് പോകാൻ പറ്റും എന്ന ഒരു കാഴ്ചപ്പാടിൽ പ്രവർത്തിച്ചു. ആ പ്രവൃത്തി ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യമായാൽ അവർക്ക് വല്ലാണ്ട് ഇഷ്ടമുണ്ടാവില്ല. ആധുനിക യുഗത്തിൽ പറയേണ്ട ഭാഷയൊക്കെ വേറെ, നമ്മളതിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല അവരുടെ ഒപ്പം ചെയ്യാൻ സാധിച്ചത്, എത്രയോ തവണ, ഒന്നിലധികം തവണ. അതുപോലെ ഇദ്ദേഹത്തിന്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്, ഇദ്ദേഹത്തിന് മറ്റൊരു മേലുവിലാസം കൂടിയുണ്ട്. പട്ടരാത്ത് ശങ്കരമാരാരുടെ കീഴിൽ, അതായത് പല്ലാവൂരപ്പന്മാരാരുടെ അച്ഛൻ പട്ടരാത്ത് ശങ്കരമാരുടെ കീഴിൽ ഇടയ്ക്ക പഠിക്കുകയും തൃശ്ശൂർ പൂരത്തിന് പഞ്ചവാദ്യത്തിൽ ഇടയ്ക്ക കലാകാരനായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരനുഭവമുണ്ട്. അതുപോലെ മികച്ച മദ്ദളക്കാർക്കൊപ്പം കേളി കൊട്ടിയിട്ടുണ്ട്, മേളപ്പദം കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പല നമ്മൾ ബഹുമുഖ പ്രതിഭ എന്ന് ആലങ്കാരികമായിട്ടല്ല അക്ഷരാർത്ഥത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ കലാ വ്യക്തിത്വം. അത് ആ ഇടയ്ക്ക കൊട്ടിയ, പലർക്കും അറിയാത്തൊരു കാലമാണ് ആ ഇടയ്ക്ക കൊട്ടിയ പഞ്ചവാദ്യ കാലം ഒന്ന് ചുരുക്കി പറഞ്ഞു. പഞ്ചവാദ്യകാലം തൃശ്ശൂർ പൂരത്തിന് ഇടയ്ക്ക് ഞാൻ ആദ്യം അമ്പലത്തിൽ അടിയന്തരക്കാരനായിട്ടാണ് ഗുരുനാഥൻ അവിടെ എന്നെ കൊണ്ടുപോകുന്നത്. പല്ലാവൂരപ്പന്മാരാരുടെ അച്ഛൻ പട്ടരാത്ത് ശങ്കരമാരാണ്. അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നു തൃശ്ശൂർ തിരുവമ്പാടി അടിയന്തരം. അങ്ങനെയാണ് ഞാനവിടെ അന്ന് ഏറ്റവും ചെറിയൊരു കുട്ടിയായിട്ടുള്ളൊരാളാണ്. മദ്ദള നിര കൊളമംഗലത്ത് നാരായണൻ നായർ, തിച്ചൂർ മണിയൻ പണിക്കർ, കടവല്ലൂർ അരവിന്ദാക്ഷൻ, കോങ്ങാട് ചിന്നപ്പൻ നായർ. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ മദ്ദള രാജാവ് ശിവേട്ടൻ. ആ ഒരു നിര സാക്ഷാൽ അന്നമതള അച്യുതമാരാർ, തിരുവഞ്ചിക്കുളം നാണുമാരാർ, പള്ളിപ്പാട്ട് അച്യുതമാരാർ, മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാർ തുടങ്ങി പല്ലാവൂർ മണിയന്മാരാരും കുഞ്ഞുകുട്ടമാരാരും വലത്തെ അറ്റത്തുനിന്ന് 2 തിമല ഉള്ളിലാണ്. ഇങ്ങനൊരു കാലത്താണ് ഞാനവിടെ പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു കാഴ്ചയും അനുഭവവും പട്ടരാത്ത് ശങ്കരമാരാശാൻ്റെ കൂടെയുള്ള മേളം, ഈ ഒരു കാഴ്ചയും അനുഭവവും വടക്കേ മലബാറിൽ വന്ന ഒരു കലാകാരന് കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണവും പഠനവും നടത്തിയതുകൊണ്ടാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. സമയം അവസാനിക്കുകയാണ്. ഒരു ചോദ്യം, ഒരു കലാശം എന്നുള്ള നിലയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് ഇപ്പം നമ്മൾ തായമ്പകയിൽ ആചാര്യസ്ഥാനീയനായിട്ട് അദ്ദേഹത്തെ കാണുന്നു. അപ്പോൾ സംഗീതനാട അക്കാദമി ഇവിടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ താളവാദ്യ മഹോത്സവം, നാടകോത്സവം അടക്കം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതിന് നേതൃത്വം നൽകുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണ നിർവഹണത്തിൻ്റേതായ ഒരു വൈദഗ്ധ്യവും അദ്ദേഹത്തിനുണ്ട്. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഇന്ന് ഏറ്റവും ജനപ്രിയനായ കലാകാരനായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തായമ്പകയിൽ പുലരുന്നു. തായമ്പക ഈ നൂറ്റാണ്ടിൽ, അതായത് ഒരു 2010 ശേഷം പുതിയ തലമുറ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്, പുതിയ ആസ്വാദകർ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ, അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തായമ്പക രംഗത്തേക്ക് വന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഓരോരുത്തർക്കും എന്നോട് ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന ഓരോ തായമ്പകക്കാരനും തൻ്റെ ചെണ്ടയിലൂടെ സ്വയം ചോദിക്കുന്നൊരു കാലമായിരുന്നു. ആ ഐഡൻറ്റിറ്റിയെ പറ്റി പറഞ്ഞു. ഇന്നത്തെ ഒരു തായമ്പക രംഗത്തെ
എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ആ വിലയിരുത്തലോടുകൂടി അത് വർത്തമാനകാലം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ ആ വിലയിരുത്തൽ. അതോടുകൂടി നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാം. ഒറ്റ വാക്കിൽ പറയാച്ചാൽ തായമ്പകയുടെ അവതരണം എത്രയോ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ. എത്രയോ കലാകാരന്മാർ, തായമ്പകയാണ് ലോകത്തുള്ള ഒന്നാന്തരം വാദ്യം. അതിന് കാരണം ഒരു കാലത്ത് ചില പ്രത്യേക സമുദായക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കാലം. ഇന്നത് മാറി ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ആർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് അത്. ചെണ്ടയായാലും മേളമായാലും തായമ്പകയായാലും. പക്ഷേ നമ്മുടെ ചില പരീക്ഷണ പരാജയങ്ങളും കൂടി പറഞ്ഞാലാണിത് സുഖമാവുക. വിജേഷൻ നേരത്തെ സൂചിപ്പിച്ച, ഒരു കാലത്ത് ഞാനൊരു ലണ്ടൻ നിവാസിയായിരുന്നു. ഹീത്രൂ എയർപോർട്ടിൽ ഇറങ്ങി ഞാനൊരു 35 തവണയെങ്കിലും ഇംഗ്ലണ്ട് സഞ്ചാരം. അത് ലണ്ടൻ മാത്രമല്ല, ഓൾ ഓവർ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് എല്ലാ ഭാഗങ്ങളിലും ഒരു 35 തവണയെങ്കിലും പോയിട്ടുണ്ട്. ആദ്യമൊക്കെ പോയത് ഒരു ഡാൻസിന് അടക്കവട്ടാനും ആ ഡാൻസ് ചെയ്യുന്ന ആൾ കഥകളിയും കൂടി പഠിച്ച ഒരാളാണ്. സദനത്തിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അവർക്കൊക്കെ വേണ്ടി പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. അതിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നീട് അവിടെ ഒരു പ്രത്യേക വിഷയത്തിലൊരു ഫെസ്റ്റിവലിൽ എൻ്റെ തായമ്പക വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തത് പാരീസിലുള്ള തിയേറ്റർ ഡിലാവിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഞങ്ങളെ വിളിച്ചത്. ആ തിയേറ്റർ ഡിലാവിയ അതിനുശേഷം എത്രയോ രാജ്യങ്ങൾ, ഇറ്റലി ആയാലും ജർമ്മനി ആയാലും സ്പെയിൻ ആയാലും, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു വർഷത്തിൽ 2ഉം 3ഉം യാത്രകൾ എൻ്റെ ടീമായിട്ട്. അന്ന് ഞാൻ അല്പം തിമലയും കൊട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചവാദ്യം, കുറച്ച് തായമ്പകയും, 1.5 മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാം വിത്തൗട്ട് ഇൻ്റർവെൽ. അവിടെ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു സന്തോഷത്തിൻ്റെ വിഷയമായിട്ട് അന്ന് എൻ്റെ കൂടെ കൃത്യമായിട്ട് എലത്താളത്തിൽ മെയിനായിട്ട് പങ്കെടുത്ത ഒരാൾ ഏഷ്യാഡ് ശശി എന്നറിയപ്പെടുന്ന ശശിയാണ്. എൻ്റെ പ്രിയപ്പെട്ട താളക്കാരൻ. ഇപ്പോഴെൻ്റെ കൂടെയല്ല, ഏകദേശം 30 വർഷത്തോളം എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് നടന്ന ഒരാൾ. പാരീസിലോ ജർമ്മനിയിലോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പൊടിക്കൈ എന്ന നിലയിൽ കൂറ് കലാശ്, ചെമ്പടവട്ടവും കൂറും കലാശ് ഇടവട്ടത്തിലേക്ക് കടന്നപ്പോൾ ഒരു 4 എലത്താളത്തിൻ്റെ പ്രത്യേകത അതൊന്ന് എടുത്ത് കാണിക്കുക. അത് അന്ന് ടേസ്റ്റായിട്ട് എടുത്തിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇടവട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എലത്താളക്കാരാ കൊട്ടുക. അങ്ങനെ ചില പരാജയങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ പറയാണ്. പക്ഷേ തായമ്പക രംഗത്തെ വിജയം, ഒരുപാട് കുട്ടികൾ അതിഗംഭീരന്മാരായിട്ട് തായമ്പ കൊട്ടി വരുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതിവിടെ മാത്രമല്ല, വിജയകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചു, ശങ്കരേട്ടൻ ചെർപ്പളശ്ശേരിയും ഇവിടുന്ന് എറണാകുളത്ത് പോകുന്ന മാതിരിയൊക്കെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോകുന്ന, അവിടെയൊക്കെ നിരവധി സംഘടനകൾ വാദ്യത്തെ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ പോയി 45 പേരെ ഒരുമിച്ച് നിർത്തി മേളം കൂട്ടിയ ആളാണ് ഞാൻ. ഇതൊക്കെ സ്വന്തം അനുഭവമാണ്. വരാൻ പോകുന്ന ആഗസ്റ്റ് 6, 7, 8 ഇതൊക്കെ US പരിപാടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വസുദൈവ കുടുംബം എന്ന്, എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാതിരിയുള്ള അവസ്ഥയായി കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷം കൂടി, കഴിഞ്ഞ വർഷം ബഹ്റിനിൽ സോപാനം വാദ്യകലാസംഘം, ബഹ്റിൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന, അവരുടെ 16ാമത് വാർഷികമാണ് കഴിഞ്ഞ പ്രാവശ്യം. 350 പേരെ വെച്ചിട്ടാണ് മേളം കൊട്ടിയത്. ഇവിടുന്ന് പോയത് 30 പേരാണ്. ബാക്കി എല്ലാവരും അവിടെ കേരളത്തിലുള്ളവർ അഭിമാനിക്കുന്നു, ഇവിടെയാണ് ഏറ്റവും ഗെയിമായി നടക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണ്. ഇവിടെയാണ് ഏറ്റവും പരാജയമായി നടക്കുന്നൊരു സ്ഥലം എന്നാണ് ഞാൻ പറഞ്ഞത്. അനുഭവമാണ്. അവിടെയൊക്കെ ഇവിടത്തെക്കാളും ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ഗുരുഭക്തിയോടുകൂടി ക്ലാസ്സുകൾ നടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയി
അവിടെ പോയി തിരിച്ച് വന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് മടങ്ങേണ്ടി വന്നു. മേളം കഴിഞ്ഞ് മടങ്ങി ഇവിടെ രാവിലെ 10 മണിക്ക് എത്തുമ്പോഴാണ് എന്നോട് വിളി വരുന്നത്, ഒന്നും കൂടി വൈകുന്നേരം വരുമോ ബഹ്റിനിലേക്ക്. സത്യം അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ വന്നിരുന്നു, അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കൂടെ, വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഇത്തരം സന്തോഷങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നതും കൂടി പറയാൻ ഒരു ഒറ്റ വാക്കും കൂടി, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും അറിയിക്കണം എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുട്ടൻ്റെ നിർബന്ധമാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരാനുള്ള കാരണം. ഇനിയും സ്വകാര്യമായിട്ട് നമുക്ക് ഇത്തരം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആരും അവനവൻ്റെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടില്ല, അതിനും കൂടി പിന്നീട് ഒരു വകുപ്പുണ്ടാക്കിയിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം. ഈ കലയിലെ ആരോഗ്യപരമായ അർത്ഥത്തിലൊരു ആഗോളവൽക്കരണം സാധിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. നമ്മൾ ശശി തരൂരിനെയൊക്കെ ഒരു ആഗോള പൗരൻ എന്ന് വിശേഷിക്കുന്ന പോലെ കലയിൽ ഒരൊറ്റ ആഗോള പൗരനേ ഉള്ളൂ, അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്.